എടോ ശരണി ഇഷ്ടമെന്ന് പറഞ്ഞു, ശരണിക്ക് ഇഷ്ടമുണ്ട്. അപ്പൊ ഞാൻ ഫംഗ്ഷനുകളിൽ ഒന്നാണ്. അപ്പൊ എന്നെ ഈ കുട്ടികളെ വിളിച്ചത് ഇവരുടെ ലവ് സ്റ്റോറിയെ പറ്റി പറയാനാണ്. പക്ഷെ ഇവരുടെ ലവ് സ്റ്റോറിയെ പറ്റി പറയണമെങ്കിൽ അതും ഒരു മഹാഗ്രന്ഥം പോലെയാണ്. കാണ്ഡങ്ങളായി നമ്മൾ തുറക്കേണ്ടിയിരിക്കുന്നു. കാരണം വർഷങ്ങൾക്ക് മുന്നേ പണ്ട് വാസ്കോഡ ഗാമ കേരളത്തിൽ കപ്പലിറങ്ങുന്ന കാലം മുതലേ തുടങ്ങിയ ഒരു ലവ് സ്റ്റോറിയാണ് അനന്തുവിന്റെയും ശരണ്യയുടെയും. എനിക്ക് ഒരുപാട് പരിചയമില്ലെങ്കിലും എനിക്ക് ഇത്ര അറിയാം, അവർ കോളേജിൽ വെച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടത്. അവർ കോളേജിൽ വെച്ചാണ് ആദ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിലാണ് എന്ന് പറയുന്നത്. കോളേജിലാണ് അവരുടെ സ്നേഹം പുഷ്പിക്കുന്നത്. അതെ, ആ സ്നേഹം ഇപ്പോ വർഷങ്ങൾ കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞു, 6 വർഷം കഴിഞ്ഞു, 7 വർഷം കഴിഞ്ഞു, എത്ര വർഷമായടാ, 10 വർഷം പൂർത്തിയായി നിൽക്കുമ്പോ ഇതാ കല്യാണത്തിലേക്ക് അടുക്കുകയാണ്. വെറും 2 ദിവസം, അതായത് ഇന്നും നാളെയും കൂടെ കഴിഞ്ഞാൽ അവരുടെ വിവാഹമാണ്. സുഹൃത്തുക്കളെ, നമുക്ക് പരിചയമുള്ളതിൽ എത്ര ആൾക്കാരാണ് 10 വർഷം പ്രണയിച്ചതിന് ശേഷം വിവാഹം എന്നൊരു ചടങ്ങിലേക്ക് എത്തുന്നത് എനിക്കറിയില്ല. പക്ഷേ ഇത്രയും 2 റെയറായ ജെംസിന് വേണ്ടി, ജെംസ് മുട്ടായി അല്ല, രത്നങ്ങൾക്ക് വേണ്ടി ഒരു വലിയ കയ്യടി കൊടുക്കണം. കാരണം അവർ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്, അവർ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഒരുപാട് വഴക്കുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, വളരെയധികം ത്യാഗോജ്വലമായ ലൈഫിലൂടെ കടന്നുപോയി രണ്ടുപേരും ഇപ്പോ വിവാഹം എന്ന ഒരു മഹത്തായ ഒരു വേദിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന പോലും മെജോറിറ്റി ആയിട്ടുള്ള ചേച്ചിമാരും വിവാഹം കഴിഞ്ഞ ആൾക്കാരാണ്. ഇവിടെ വിവാഹം കഴിഞ്ഞ് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ട് ജീവിതം കൊണ്ടുവന്ന് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം വിവാഹം അല്ലെങ്കിൽ മാരേജ് എന്നാൽ എന്തുമാത്രം വലിയ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്ന്. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെ, ശരണ്യയോട് ഭയങ്കര ഹൗളി, അവിടെ ഹൗളി, ശരണ്യക്ക് ഒരു വലിയ കൈയടി കൊടുത്ത സുഹൃത്തുക്കളെ. കാരണം നവവധു വേദിയിലേക്ക് വരികയാണ്. അതീവ മനോഹരിയായി പിങ്ക് ഡ്രസ്സിൽ ശരണ്യ എത്തിയിരിക്കുകയാണ്. ശരണ്യ എത്ര നേരം എടുത്തു ഈ ഡ്രസ്സും ഈ മേക്കപ്പും ചെയ്യും? 1 മണിക്കൂർ. ആ ചുമ്മാ 1.5 മണിക്കൂർ. അത് വെറും ചുമ്മാ. 2 മണിക്കൂർ. ആ ലേല ഉറപ്പിക്കാൻ സുഹൃത്തുക്കളെ, 2 മണിക്കൂർ. അതെ, അനന്തുവിന് വേണ്ടി സുന്ദരിയാവാനായി ശരണ്യ ഇന്നത്തേക്ക് എടുത്ത ദിവസം സമയമാണ് 2 മണിക്കൂർ. ശരു, ഞാൻ ആദ്യം ചോദിക്കട്ടെ, ആരാണ് ആദ്യം ഇഷ്ടമാണ് എന്ന് പറഞ്ഞത്? അതില്ലേ, ഇതുവരെ ഞങ്ങളുടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം കേട്ടോ. കാരണം ഞാൻ പറയും അനന്തു പ്രപ്പോസ് ചെയ്തേന്ന്, അനന്ത് പറയും ഞാനാ പ്രപ്പോസ് ചെയ്തേന്ന്. അനന്ത് തന്നെ പറയട്ടെ എന്നെ നടന്നേന്ന്. അത് പറ്റില്ല. ഞാൻ ശരണ്യ വിളിച്ച സ്ഥിതിക്ക് ശരണ്യ പറയൂ, ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്? തമാശയുടെ അനന്ത് കഥയായിട്ട് പറഞ്ഞു എപ്പോഴെങ്കിലും. അനന്ത് വിളിക്കും. അനന്തു പ്ലീസ് കം ഓൺ ടു ദ ഫ്ലോർ. അനന്തുവിന് വലിയ കൈ കൊടുക്കൂ. ആ 3 ചേച്ചിമാരും ഇതിലും അവരാലോചിക്കുകയാണ്, ഞങ്ങൾ എന്തിനു വന്നു. ഒരു കൈയ്യടി കൊടുക്കൂ ചേച്ചിമാരെ. ആ കേട്ടോ, അവർ കൈ അടിച്ചു. അപ്പൊ അടിക്കാറിയാം. അനന്തു അളിയ, ശരണ്യ ത്രൂ ആണ് നമ്മൾ തമ്മിൽ പരിചയം. പക്ഷെ പരിചയപ്പെട്ടതിന് ശേഷം നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ശരിക്കും ഐ റിയലി ലൈക്ക് യു ആസ് എ പേഴ്സൺ. ഭയങ്കര സ്റ്റാൻഡപ്പ് ആയിട്ടുള്ള ഒരാളാണ്. എന്തും മുഖത്ത് തുറന്നു പറയാൻ മടിയില്ലാത്ത ഒരാളാണ്. അപ്പൊ നീ തന്നെ പറയൂ, എങ്ങനെയാണ് നിങ്ങളുടെ പ്രേമം ഉടലെടുത്തത്? ഞാൻ ആദ്യം ചാരുവിനെ കാണുന്നത് ഞങ്ങളുടെ കോളേജ് സ്റ്റെപ്പില് വരാന്തല്ല, സ്റ്റെപ്പിൽ ഇരിക്കുവായിരുന്നു. കാണുന്നത് നല്ല ഇത്രത്തോളം മുടിയുണ്ടായിരുന്നു. 3/4 എന്തായിരുന്നു ഇട്ടിരുന്നത്. അന്ന് കളറൊക്കെ ചെയ്തിട്ടുണ്ട് പടി. അപ്പോ നല്ല നടപ്പ് എല്ലാം കൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോ അത് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വിഷ്ണു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവൻ പറയടാ, എൻ്റെ ഒരു കസിൻ അനിയത്തി ഇവിടെ പഠിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആരാടാ? ഒരു കുട്ടിയാണ്, അപ്പൊ ഫ്രഷറായിട്ട് വന്നേക്കണം. അപ്പൊ അവളൊന്ന് നമുക്കൊന്ന് ചെല്ലാം, അവളെ ഒരു ലുക്കായിരുന്നില്ല. അന്ന് ട്രെൻഡ് സെറ്റ് ചെയ്യാൻ ശരണ്യ മോശമല്ലായിരുന്നു. അന്നും ഇന്നും ഇനി എന്നും ട്രെൻഡുകൾ ശരണ്യ സെറ്റ് ആവുകയും
ക്ലാസ്സിൽ നല്ല ശ്രദ്ധിക്കുന്ന കാര്യം ശരണ്യ അറിഞ്ഞു. മീൻസ് ഞാൻ മറ്റുള്ള കുട്ടികളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് അവൾ അറിഞ്ഞു. ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയി കഴിഞ്ഞിട്ട് എനിക്കപ്പോൾ മനസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അതൊക്കെ മാറി. മീൻസ് ഇവൾക്ക് എന്നോട് ദേഷ്യമായിരുന്നു, ആൾക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരത്തേക്ക് എന്നോട് ദേഷ്യമായിരുന്നു, എന്നെ ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ ഞാൻ നോക്കി അത് വിട്ടു, നല്ല ഫ്രണ്ട്സായി. ഒരു ദിവസം ഫെബ്രുവരി 15-ാം തീയതി ഞങ്ങള് ഫോണിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ശരണ്യടി 2 ബെസ്റ്റ് ഫ്രണ്ട്സിന് ഒരിക്കലും സിംഗിൾസ് ആയിട്ടുള്ള 2 ബെസ്റ്റ് ഫ്രണ്ട്സിന് ഒരിക്കലും ബെസ്റ്റ് ഫ്രണ്ട്സ് മാത്രമായിട്ട് ഇരിക്കാൻ പറ്റില്ല, ആർക്കെങ്കിലും ഒരാൾക്കൊരു തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവള് പറഞ്ഞു ആനന്ദു ശരിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് ആരോടും തോന്നിയിട്ടുണ്ടോ? ഇല്ല എനിക്ക് അങ്ങനെ ഡയലോഗ്. ഞാൻ പറഞ്ഞില്ല പറ. അപ്പൊ അവിടെ ചോദിച്ചു അനന്തുവിന് ആരോടെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് നിന്നോട് തോന്നിയിട്ടുണ്ടോ, നിനക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇവള് പറഞ്ഞു എനിക്ക് അനന്തുവിനോടും തോന്നിയിട്ടുണ്ടോ. ഇല്ല, ഇനിയാണ് ട്വിസ്റ്റ്. നമ്മുടെ ആൺപിള്ളേര് ഒരാൾക്ക് നമ്മളോട് ഇഷ്ടമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത ചിന്ത എന്താ? ഒരു മാസം കൊണ്ട് നമുക്ക് ഓക്കെ ആക്കി എടുക്കാം അല്ലേ? പുള്ളിക്കാരത്തി ഞാൻ സംസാരിച്ച് ഞാനപ്പോ തന്നെ ശരി ശാരു എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ട് ഞാൻ തുള്ളിച്ചാടും. ഞാനപ്പോ എന്റെ കസിൻ ജയകൃഷ്ണനെ ഞാൻ വിളിച്ചു പറഞ്ഞു, എടോ ശരണി ഇഷ്ടമാണെന്ന് പറഞ്ഞു. ശരണിക്ക് ഇഷ്ടമുണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ അവരോട് പറഞ്ഞിട്ട് ഓക്കെ ഇത് ഒരു മാസത്തിനുള്ളിൽ ആള് ഓക്കെ പറയും. 1 മാസം കുത്തിരുന്ന് ചാറ്റ് ചെയ്യാൻ വിളിക്കുകയൊക്കെ ചെയ്താൽ മതിയല്ലോ. നീ ഒരുപാട് എഫേർട്ട് അല്ലല്ല കേക്ക് ഇത് കഴിഞ്ഞിട്ട് കഥ കേക്ക്. വിത്തിൻ 1 മിനിറ്റ് ആളെന്നെ വിളിച്ചു, അനന്തു. ഞാൻ പറയാം എന്താ ചാരുവേ കേക്ക് അങ്ങനെ കഥ നിർത്തരുത്, കേക്കട്ടെ. ഞങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടോ? സപ്പോർട്ടാണ്. അപ്പോ ചാരു പറഞ്ഞ അനന്ത് ഒരു കാര്യം. ഞാൻ പറയാം എന്താടി? അതെ നമ്മ റിലേഷൻഷിപ്പിലായ കാര്യം ആരോടും പറയരുത്. റിലേഷൻഷിപ്പിലായോ? ഞാൻ ആരോടും പറയില്ല. സീരിയസ്ലി അവളാണ് റിലേഷൻഷിപ്പിൽ അത് ആക്കിയത്. ഞാനത് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ആലോചിച്ചില്ല 1 മാസം കൊണ്ട് എങ്ങനെയെങ്കിലും ഇഷ്ടത്തിലാക്കണം. കുഴപ്പമില്ല, 1 മാസമല്ലേ ബമ്പർ. അങ്ങനെയാണ് പുള്ളിക്കാരത്തിയാണ് പറഞ്ഞത് ഞങ്ങൾ റിലേഷൻഷിപ്പിലാണെന്ന്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. സത്യമാണോ ഇല്ലട്ടോ, പകുതി കള്ളോട്ട്. ഏതാണ് കള്ളോളത്? ചോദിച്ചു എന്നോട് നിനക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ടോന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടം തോന്നിയേക്കണ അനന്തപുരനാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചെയ്ത കാര്യം പുറകെ നടത്തിച്ചില്ല. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു നമ്മള് ഫെയർ ആയ ആരോടും നമ്മുടെ റിലേഷൻഷിപ്പിലെ കാര്യം ആരോടും പറയരുതെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇന്ന് എന്താ മനസ്സിലാക്കാനുള്ളത്? അന്നേ അത് ഒരു ട്രൂ ലവ് ആയിരുന്നു അല്ലേ? ട്രൂ ലവിൽ വിശ്വസിക്കുന്നവരല്ല ഒന്ന് കൈയടിക്കും സുഹൃത്തുക്കളെ. കാരണം ഇതല്ലെങ്കിൽ വേറെ എന്താണ് ട്രൂ ലവ്? കാരണം ഇഷ്ടമാണ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാവാൻ ഭയങ്കര എളുപ്പമാണ്. റിലേഷൻഷിപ്സിൽ നമുക്ക് കയറാനും റിലേഷൻഷിപ്സിൽ അലമുണ്ടാക്കാനും റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആവാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ 10 കൊല്ലം ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് എഫർട്ട്, അതിനുവേണ്ടി ഒരുപാട് ഓണസ്റ്റി, അതിനുവേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുക എന്ന ഒരുപാട് കടമ്പകളുണ്ട്. ആ കടമ്പകളെല്ലാം കടന്ന് 10 വർഷത്തിന് ശേഷം വിവാഹിതരാകാൻ പോവുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ അനന്തു ആൻഡ് ശരണ്യ. ഈ നിമിഷത്തിൽ ഇവർക്ക് 2 പേർക്കും എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേർന്നുകൊള്ളുന്നു. ഇനിയും നിങ്ങൾ 2 പേരും മരിക്കും വരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ചെറിയ വഴക്കുകളോടെയും ജീവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അളിയാം ശരു, ബെസ്റ്റ് കപ്പിൾ ഐ നോ. താങ്ക് യു സോ മച്ച്. എല്ലാരും ഈ നവവധുവിനും നവവരനും ഒരു കൈയടി കൊടുക്കും സുഹൃത്തുക്കളെ. അളിയ ഇരിക്കി, റെസ്റ്റ് എടുക്കും. ഇനി നിങ്ങളുടെ കമ്പനിക്കാർക്ക് ഞാൻ കുറച്ച് പണി കൊടുക്കട്ടെ. ഇനി വേദിയിലേക്ക് അടി ഓടയാണെങ്കിൽ ഞാൻ കാലേ വാരി തൂക്കി തറയടി ഇങ്ങോട്ടില്ലടി. ആദ്യമായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സുഹൃത്തുക്കളെ ശരണ്യയുടെ ചേട്ടത്തിയമ്മയെ. അതെ, ശരണ്യയുടെ സ്വന്തം ചേട്ടത്തിയമ്മ. പക്ഷെ സാധാരണ ചേട്ടത്തിയമ്മമാര് നമ്മളെക്കാളും 10, 15, 2, 3 വയസ്സെങ്കിലും മൂത്തതായിരിക്കില്ല അമ്മ ആയിരിക്കും. എന്നാൽ ഈ ചേട്ടത്തിയമ്മ ശരണ്യേക്കാളും ഒരുപാട് വയസ്സുകൾക്ക് ഇളയതാണ്. 6 വയസ്സിന് ഇളയതായ ശരണ്യയുടെ സ്വന്തം ചേട്ടത്തിയമ്മയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സുഹൃത്തുക്കളെ.
അതീവ സുന്ദരിയായ അമ്മുവിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ് അമ്മു. ഞാൻ ചോദിക്കാം, നീ ഉത്തരം പറഞ്ഞാൽ മതി. ഞാൻ അശ്വമേധം. ഞാൻ ഒരുപാട് ചേട്ടത്തിയമ്മമാരെ കണ്ടിട്ടുണ്ട് ജീവിതത്തില്. 10-30 വയസ്സായി. അപ്പൊ നമുക്കറിയാം നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ ചേട്ടന്മാർക്കും അളിയന്മാർക്കും എല്ലാം ഒരുപാട് ചേട്ടത്തിയമ്മമാര് കാണും. അത് ശരുന് മാത്രമുള്ള ഒരു ലോട്ടറി അടിച്ച കണക്കാണ് എനിക്ക് തോന്നിയത്. കാരണം ശരണ്യ ഇവിടെ നിന്ന് ഒരു മാജിക് ലാമ്പിൽ ഉരച്ചു, ജീനി വന്നു, എന്ത് വേണം, എനിക്കൊരു വൈബ് ചേട്ടത്തിയമ്മ വേണം. നോക്കിയപ്പോ അമ്മുവിനെ കൊണ്ട് നിർത്തി. ഇതാ സുഹൃത്തുക്കളെ അമ്മു. ശരണ്യക്കാളും നീ എത്ര വയസ്സുള്ളതാണ്? 6 വയസ്സുള്ളതാണ്. ആദ്യം ഞാൻ ചോദിക്കട്ടെ, എന്താണ് നിനക്ക് ശരണ്യെ പറ്റി പറയാനുള്ളത് ഒരു ചേട്ടത്തിയമ്മ എന്ന രീതിയിൽ? പറഞ്ഞോ അമ്മു. എനിക്ക് ശരണ്യ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾ കാണുന്നില്ലേ, പഴയ അമ്മു ഇപ്പൊ ഈ അമ്മു ആയി. ആര് കാരണം? ശരു, അമ്മു, ഞാൻ ചോദിക്കട്ടെ, അമ്മു ശരുവിന്റെ അടുത്ത് നല്ല കമ്പനിയാണ്, നീ നല്ല ചേട്ടത്തിയമ്മയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവളുടെ മാല തൂങ്ങി നീ ഒരുവിധം ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡ് ഷോറൂമുകളിലും കയറിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ എന്താണ് ഒരു കസേര ആരെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തതാണ് കുട്ടി. എടാ നിങ്ങൾ രണ്ടുപേരും വേദിയിലേക്ക് വരൂ. നമ്മൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും കാണാം, നിങ്ങളുടെ എക്സ്പ്രഷനോടെ കാണാം. ഓഡിയൻസ് അഭ്യർത്ഥന അനുസരിച്ച് അവിടെ ഞാൻ നോക്കണം. ശ്രദ്ധിച്ചിട്ടുണ്ട്, നിനക്ക് അനന്തുമായിട്ട് ഭയങ്കര ഒരു ബ്രദർലി ബോണ്ടാണ്. പിന്നെ എന്ത് ബോണ്ടാണ്? എനിമീസോ? അതെന്താ ജപ്പാനിൽ ബോംബിട്ട അമേരിക്കയെ പോലെ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? അമ്മായിയമ്മ മരുമകൾ പോരൊക്കെ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ട്. ഇനി കാണാൻ പോണത് മരുമക്കൾ പോരാണ്. വല്യമ്മ, അമ്മ, അച്ഛ, ഫോൺ അടിച്ച് നിങ്ങൾ എല്ലാരും കേൾക്കണം ഈ പറയുന്നത്. അതെന്താ മക്കളെ അങ്ങനെ പറയാൻ കാരണം? അനന്തു എന്താണ് അങ്ങനെ പറയാൻ കാരണം? എനിക്കറിയില്ല, അവള് പറയുന്നുണ്ട് പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാൻ പോകും. എന്താ അപ്പു അങ്ങനെ പറയാൻ കാരണം? ചേട്ടാ, എനിക്ക് ഇവിടെ ആരും ഇല്ല അടിപിടിക്കാൻ. ഉള്ളത് ഈ ഒരു മുതലാ. ഞാൻ എന്ത് പറഞ്ഞാലും, എന്ത് സന്തോഷ കാര്യം വിളിച്ചു പറഞ്ഞാലും ഓ തുടങ്ങി, ഓ നിനക്കാ ആകെ എക്സ്പ്രഷൻ ഇടുന്ന മുതലാണിത്. വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സുഹൃത്തുക്കളെ. കണ്ണൻ ബ്രോ, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വയസ്സായി? എത്ര വർഷമായി? കല്യാണം ഇപ്പൊ 3 വർഷമായി. 3 വർഷത്തെ കല്യാണ എക്സ്പീരിയൻസോട് കൂടിയ ഒരു മഹാനാണ് ശരു, നിന്റെ ചേട്ടൻ. അപ്പോ നിന്റെ ചേട്ടന്റെ അടുത്ത് നീ ഈ നിമിഷത്തിൽ കല്യാണത്തെ കുറിച്ചുള്ള ഒരു ഉപദേശം ചോദിക്കണം. ചേട്ടാ പറ, എന്താണ് മാരേജ് ലൈഫ് അടിപൊളിയാണോ? മാരേജ് ലൈഫ് അടിപൊളിയാണോ? ഒന്നും പറയാല്ല അളിയ, ഓൾ ദി ബെസ്റ്റ്. ഒന്നും പറയാല്ല. കണ്ണൻ ബ്രോ, ഇവർ രണ്ടുപേരെയും കണ്ണൻ ബ്രോക്ക് ഒരുപാട് കാലമായിട്ട് അറിയാം. പിന്നെ ഈ ഇത്രയും ഓസ്പിഷ്യസ് ആയ ഒരു മൊമെന്റ്, ഇത്രയും ഒരു പ്രഷ്യസ് ആയ ഒരു മൊമെന്റ്, ഇനി ജീവിതകാലം മൊത്തം ഇവർക്ക് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു മൊമെന്റിൽ എന്താണ് കണ്ണൻ ബ്രോക്ക് ഇവരോട് പറയാനുള്ളത്? എന്തൊരു ഉപദേശമാണ് അവർ കൊടുക്കാനുള്ളത്? ഉപദേശമായിട്ടൊന്നുമില്ല. എനിക്കിട്ട് ഇപ്പൊ എത്ര ആളും കിട്ടിക്കൊണ്ടിരുന്നൊക്കെ ഇപ്പൊ എന്നെ കിട്ടാൻ എനിക്കൊരു അളിയനുണ്ട്. ഇത് മറ്റേ യുദ്ധത്തിനൊക്കെ പോകുമ്പോ പരിചയം മാറ്റി വെച്ചിട്ട് അടുത്ത പരിചയം എടുക്കുന്ന പോലെ ഉണ്ട്. പുറത്ത് നിന്ന് ഗോൾ അടിക്കുന്ന കാണാൻ അല്ലെങ്കിൽ ഭയങ്കര വൈബാണല്ലോ എന്ന് പണ്ട് ഏതോ മഹാൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അമ്മു, താങ്ക് യു സോ മച്ച്. ഇവർ രണ്ടുപേരെ പറ്റി ഇത്രയും ഗഹനമായി നമുക്ക് മനസ്സിലാക്കി തരാൻ നിന്റെ വാക്കുകൾ ഒരുപാട് ഞങ്ങളെ സഹായിച്ചു. താങ്ക് യു സോ മച്ച്. കണ്ണൻ ബ്രോ, ഞാനും സൈനിങ്. താങ്ക് യു സോ മച്ച്. ശരു, ഞാൻ നിന്റെ അടുത്ത് ചോദിക്കട്ടെ, നിന്റെ കല്യാണത്തിന് ഞാൻ വരുവേടാ ചെയ്യാൻ, ശരിയാക്കി തരാം നിന്റെ. നീയാണ് എന്നെ ഈ പദവി ഏൽപ്പിച്ചത്, നീ മറക്കരുത്. ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അല്ല ഞാൻ ശരുവിനോട് ചോദിക്കട്ടെ, നിങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഇനി ആരാണ് ഈ വേദിയിലേക്ക് വരേണ്ടത്? അവള് വരട്ടെ. ആരാ?
അതെ സുഹൃത്തുക്കളെ, ലെറ്റ്സ് വെൽക്കം ഓൺ ടു ദ ഫ്ലോർ ഓഫ് ഒരു ചിരി ഇരിച്ചിരി ബമ്പർ ചിരി. ശരണ്യയുടെ, അനന്തുവിന്റെ സംഗീത് നൈറ്റ് ഗ്ലാമി ഗംഗ. പ്ലീസ് ഗ്ലാമി ഗംഗയ്ക്ക് ഒരു വലിയ കൈയ്യടി കൊടുക്കുക. ഒരുപാട് കഷ്ടപ്പാടുകളുടെ, ഒരുപാട് ബുദ്ധിമുട്ടുകളുടെ നടുക്കൂടെ ഒരുപാട് വാശിയുടെ മുന്നേറി ഇന്ന് ഗ്ലാമി ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ഗംഗക്കുട്ടിയാണ് സുഹൃത്തുക്കളെ വേദിയിലേക്ക് എത്തിയിരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ തന്നെ വേണം ചേട്ടാ. താങ്ക്സ്. എടി ഞാൻ നല്ലല്ലേടി പറഞ്ഞത്. സൂപ്പർ. ശരണ്യക്ക് ഞാൻ ഗംഗയെ പരിചയപ്പെടുന്നത് ശരണ്യയുടെ ത്രൂ ആണ്. നമ്മുടെ മലപ്പുറത്ത് ഇവന്റിന് വന്നപ്പോഴാണ് ഞാൻ ഗംഗയെ പരിചയപ്പെടുന്നത്. നീ എന്താടി മണപ്പിച്ചു നോക്കുന്നത്? ഓക്കെ. അപ്പോ വളരെ വ്യത്യസ്തമായ ഒരു പെൺകുട്ടി ഞങ്ങൾ അവിടെ അതെ ഇവന്റിന് ചെല്ലുന്നു, വന്നിരിക്കുന്നു, സംസാരിക്കുന്നു, ഭയങ്കര എക്സൈറ്റഡ്. ശരണ്യയുടെ കാലിൽ ഞാൻ ഒരു ബെർക്കിൻ സ്റ്റോക്ക് കാണുന്നു. 2 മാസം കഴിയുമ്പോ ഗംഗയുടെ കാലിൽ ഒരു ബെർക്കിൻ സ്റ്റോക്ക് കാണുന്നു. അതെ, ആദ്യം ക്രോക്സ് കാണുന്നു, 2 മാസം കഴിയുമ്പോ ഗംഗയുടെ കാലിൽ ഒരു ക്രോക്സ് കാണുന്നു, ബെർക്കിൻ സ്റ്റോക്ക് കാണുന്നു, ഫൗണ്ടേഷൻ കാണുന്നു. എന്തൊക്കെ ഞാൻ ഇവളെ കാണുന്നുണ്ടോ അതെല്ലാം കുറച്ച് ദിവസം കഴിയുമ്പോ ഗംഗ ഊറ്റിയെടുക്കും. എനിക്കറിയേണ്ടത് നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു രസകരമായിട്ടുള്ള ഒരു ബോണ്ടാണ്. കാരണം നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയില്ലായിരുന്നല്ലോ. സോഷ്യൽ മീഡിയ, പലരും പറയും സോഷ്യൽ മീഡിയ എന്താ, സോഷ്യൽ മീഡിയ എന്താ. സോഷ്യൽ മീഡിയയിലൂടെ എന്തൊക്കെയാ എവിടെ കേൾക്കുന്നേ? ഞാൻ പറഞ്ഞു, എനിക്ക് ഷാരുവിനെ ഞാൻ വീഡിയോയിൽ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ രാവിലെ ഷാരു ഇങ്ങനെ എണീച്ചിറങ്ങിയിട്ട് സ്റ്റാർബക്സിൽ പോകും കോഫി കുടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ജിമ്മിൽ പോകുന്ന ഫുൾ ആഷ് പോഷ് എന്നൊക്കെ ഞാൻ വിചാരിച്ച് വന്നതും ഞാൻ അങ്ങനെയാണ് ആദ്യം വിചാരിച്ച ഒരു മുത്താണ്. സീരിയസ്ലി എനിക്ക് ഈ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് സെറ്റ് ആവില്ല, എന്താ എനിക്ക് ശരിയാവില്ല. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സെറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ ഷാരുവായിട്ടാണ്. സോ ഗൈസ്, എന്റെ ഗൈസ് ശരിയുള്ളൂ. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഷാരുവിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടെ. ഷാരു നല്ല സ്മെല്ല്, നല്ല മണം. അപ്പൊ ഞാൻ ഷാരുവിന്റെ അടുത്ത് പറഞ്ഞു, ഷാരു എന്തും മണോടി എന്ന് പറഞ്ഞു. ശരിക്കും എന്നെ കാണാൻ പെരുമാറിയാണ് ഞാൻ മണം എന്ന് പറഞ്ഞു എന്നുള്ള രീതിയിൽ. അതിനുശേഷം ഷാരുവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഷാരുവാണ് എന്റെ ഫാഷൻ മോഡൽ. ഷാരു എന്ത് വാങ്ങിച്ചാലും ഞാൻ അതേ കണക്ക് വാങ്ങും. അപ്പം ചോദിക്കും ഷാരു ലിങ്ക് 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 ലിങ്ക്, എല്ലാത്തിന്റെ ലിങ്ക് ചോദിച്ച അവസാനം കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ വീട്ടിൽ കയറി പറ്റി. പയ്യെ 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 ഞാൻ വീണ്ടും ഇപ്പൊ ഇവിടെ തന്നെ ഷാരു പോയോടനെ പെട്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ചൊരിഞ്ഞ് വരും. അമ്മ പറഞ്ഞിട്ടുണ്ട്, ഉഷാമ്മ പറഞ്ഞിട്ടുണ്ട് വന്നോ ഇവിടെ നിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ റൂം കാലിയാവുന്നത് കാത്തു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ശരണ്യ, നീ അത് മനസ്സിലാക്കും. അമ്മവും ചേട്ടനും പറയും നീ പോയിട്ട് വേണം എന്റെ പിള്ളേരോടെ കിടത്താൻ. ഫാമിലി പ്ലാനിങ്, ഓ മൈ ഗോഡ്. അനന്ത് ചേട്ടനെ കുറിച്ച്, അനന്ത് ചേട്ടൻ എന്നെ ഒരു ക്യൂട്ട് ആയിട്ടാണ് കാണുന്നത്. എപ്പൊ കാണുമ്പോ എന്നെ അച്ചോടോ ഇങ്ങനെയൊക്കെ കാണിക്കും. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ? അങ്ങനെയല്ല മക്കളെ, ഈ ചേട്ടൻ എന്നെ കാണുമ്പോ അങ്ങനെയാണ്. അല്ല, എനിക്ക് സ്നേഹമുള്ള, നമുക്ക് സ്നേഹമുള്ളതാണ്. അതുകൊണ്ട് അന്തുചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇവരുടെ ബോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വേറെ ഒന്നുമല്ല, ബോണ്ട് കോമഡി കോമഡി കോമഡി. സോ ഗൈസ്, സംഭവം വേറെ ഒന്നുമല്ല, ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര രണ്ടുപേർക്കും ഒരു പ്രശ്നം വന്നാൽ വിട്ടുകൊടുക്കൂല. അവരിങ്ങനെ ഒരുമിച്ച് എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണെങ്കിലും ഗൈസ് ശരി പൊളിയാണ്. ഞാൻ പറഞ്ഞല്ലോ, അവരെന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അവർ ഒരുമിച്ച് ഇങ്ങനെ കട്ടയ്ക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവരുടെ കല്യാണത്തിനോട് നമ്മൾ ഭയങ്കര വെയിറ്റിംഗ് ആണ്. കാരണം ഔട്ട്ഫിറ്റ് അവള് പറയും സെലക്ട് ചെയ്യാൻ. ബ്ലാക്ക് ഇടണമെങ്കിൽ ബ്ലാക്ക് അത് അവൾ പറയും. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല. പൊളി. അതെ, ഗ്ലാമിക്ക് ഒരു വലിയ നന്ദി കൊടുക്കൂ ഷാരു, നിന്നെ കുറിച്ച് ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞത്. നിന്റെ കല്യാണത്തിന് ഞാൻ വരും. അതൊരു ഭീഷണിയായിട്ടാണ് എനിക്ക് തോന്നിയത്. താങ്ക് യു സോ മച്ച് ഗ്ലാമി ഗംഗ. മകളെ നീ മുത്താണ്. നീയും ഷാരുവായിട്ടുള്ള ബോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് കെട്ടിപ്പിടിയടി, അവളുടെ സ്നേഹം നീ. ഓയ്യോ, ഓഹോ, എന്തൊരു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഗ്ലാമി. ലവ് യു മുത്തേ. നീ നല്ല രീതിയിൽ സംസാരിച്ചു. താങ്ക് യു സോ മച്ച്.